പോകുന്നുണ്ട്, ഞാൻ പോട്ടെ കളിക്കാൻ. നാളെ കൊണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ആ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ ഫുൾ പഠിച്ചു കഴിഞ്ഞു. അക്കൗണ്ടൻസിയിലെ നാളെ എക്സാം. ഒരു കാര്യം ചെയ്യും, നീ പോയിട്ട് നിന്റെ ബുക്ക് എടുത്തിക്കാം, ചോദ്യം ചോദിച്ചേക്കളെ ഞാൻ. ഇന്നാമേ അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പറ ആദ്യം. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ അല്ലേ? അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് കൊറേ നേരം ആയല്ല, വേഗം പറയറാ. എക്സാമിന് ഇത്രയും സമയം ഉണ്ടാവുക. വേഗം. അമ്മ ഒരു വേർഡ് പറഞ്ഞുതരുവാ, ഒറ്റ വേർഡ് മതി, ബാക്കി ഞാൻ പറയും. ആ ഒരു വേർഡ് കിട്ടാത്തോണ്ടാണ്. 6 വെച്ചിട്ടാ തുടങ്ങുന്നത് എനിക്കറിയാം. ആ ഒരു വേർഡ് പറഞ്ഞ റെക്കോർഡിങ് പറ ബാക്കി. റെക്കോർഡിങ് ഞാൻ പറയേ. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്. ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ വരെ ഓൾ പഠിച്ചില്ല, എന്നിട്ട് ഓൾക്ക് കളിക്കാൻ വേണ്ടിട്ട് പോണം പോലും. ഇല്ല അമ്മ, ഞാൻ പഠിച്ചില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞുതരും. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്. ഒരക്ഷരം പഠിച്ചിട്ടില്ല. എന്നാൽ ഞാൻ പഠിപ്പിക്കാനിരിക്കാന്ന് പറഞ്ഞാല് ഓക്ക് അതോട്ട് കഴിയൂലോ. ഒറ്റക്ക് പഠിച്ചോളാം. ഈ ഒറ്റക്ക് പഠിച്ചത് ഈ 2 വേർഡ് മാത്രമാണ് നീ ഒറ്റക്ക് പഠിച്ചത്. ഒരു കൊമേഴ്സ് സ്റ്റുഡന്റിനോട് ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയാൻ വേണ്ടി പറ്റണം അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനേഷൻ എന്നാണെന്ന്. ഇത്രയും വർഷമായിട്ട് ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴും ഒരു വസ്തു ശ്രദ്ധിക്കുന്നില്ല, പഠിക്കുന്നില്ല. കളിക്കണം എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമാണ്. പഠിക്കേണ്ട സമയത്ത് പഠിക്കൊന്നും ചെയ്യാണ്ട് മീറ്റിങ്ങിന് വന്നിട്ട് അവൻ ബാക്കിയുള്ള ആൾക്കാര് തല മുഞ്ചിട്ടാടി ഇരിക്കണം ടീച്ചറെ മുമ്പിൽ. എന്നാ അമ്മയൊന്ന് ഡെഫിനേഷൻ പറഞ്ഞാട്ടെ, ഞാൻ കേൾക്കട്ടെ. അമ്മക്ക് ഓർമ്മയുണ്ടോ നോക്കാലോ. An art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part a list of financial characters and interpreting the results thereof. കണ്ടാ പറയുന്നത് കണ്ടാ? പെണ്ണ് ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടുന്നുണ്ടോ ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. പോയി ഇരുന്ന് പഠിക്കടി